നമസ്കാരം. കുട്ടികളും മുതിർന്നവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മാംഗോ കുൽഫി നമുക്കിന്ന് തയ്യാറാക്കാം. രണ്ടു നുള്ളു സാഫ്രൻ, 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കുക. മാംഗോ കുൽഫിക്കുള്ള മാങ്ങ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലപോലെ പഴുത്ത മധുരമുള്ള നാരില്ലാത്ത മാങ്ങാപ്പഴം വേണം തിരഞ്ഞെടുക്കാൻ. ഞാനിവിടെ നല്ല കാമ്പുള്ളതും ചെറിയ കുരുവുള്ളതുമായ അറ്റോൾഫോ മാംഗോ ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നാരില്ലാത്ത നല്ല മധുരമുള്ള ഏത് മാംഗോ വെറൈറ്റി വേണമെങ്കിലും ഉപയോഗിക്കാം. അൽഫോൻസോയോ അങ്ങനെ എന്ത് വേണമെങ്കിലും. നമുക്ക് 3 കപ്പ് മാങ്ങയാണ് ഇവിടെ വേണ്ടിയത്. ഇങ്ങനെ സ്പൂൺ കൊണ്ട് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ തൊലി ചെത്തിക്കളഞ്ഞിട്ട് എടുത്താലും മതി. ഇനി ആ മാങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതിലേക്ക് 2 കപ്പ് ഹെവി വിപ്പിംഗ് ക്രീം ചേർക്കുക. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുക. ആ കുതിർത്ത സാഫ്രൺ ആ വെള്ളത്തോടു കൂടി ഇതിലേക്ക് ചേർക്കുക. അതിലേക്ക് 1 ക്യാൻ സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുക. ഇത് 400 ഗ്രാം ആണുള്ളത്. എന്നിട്ട് ഇത് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കുക. ഇത് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത പിസ്റ്റാച്ചിയോ ചേർക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഇനി കുൽഫി ഫ്രീസ് ചെയ്യാൻ വേണ്ടി 2 ഔൺസിന്റെ കപ്പുകളിൽ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രീസർ വയ്ക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ഡിസ്പോസിബിൾ കപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം. വലിയ കപ്പാണെങ്കിൽ അതിലേക്ക് ഒരു ഐസ്ക്രീം സ്റ്റിക്കും കൂടെ ഇട്ട് വയ്ക്കണം. ഇത് കവർ ചെയ്ത് വെച്ചിട്ട് വേണം ഫ്രീസ് ചെയ്യാൻ. അടപ്പില്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് നല്ലപോലെ കവർ ചെയ്ത് വെച്ചാലും മതി. ഇനി ഇതെല്ലാം നമുക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടി ഫ്രീസർ വെക്കാം. 6 മണിക്കൂർ ഫ്രീസ് ചെയ്ത അടിപൊളി മാംഗോ കുൽഫി ഇവിടെ റെഡിയായി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഒരു ലൈക്ക് അടിക്കാനും കമന്റ് ഇടാനും മറക്കല്ലേ. താങ്ക് യു.